പാറ്റ പ്രതിഷേധത്തിന്റെ മറവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ച ആളുകൾ മാപ്പ് പറച്ചിലുമായി രംഗത്ത് എന്നതാണ് പുതിയ വാർത്ത. ബംഗാളി നടി ശ്രീലേഖ മിത്ര പോലീസ് FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ മാപ്പ് പറഞ്ഞു. ഈ സ്ത്രീയാണ് നരേന്ദ്രമോദിയെ, പ്രധാനമന്ത്രിയെ വെറും മോശമായ രീതിയിൽ അവഹേളിച്ച് അപമാനിച്ച പോസ്റ്ററുമായി നിന്നത്. ഇവരുടെ വീട്ടിൽ BJP പ്രവർത്തകർ കരിങ്കൊടിയുമായി തടിച്ചുകൂടിയപ്പോൾ തനിയെ ഭയം പുറത്തു വന്നു എന്നതാണ് കണ്ട് മനസ്സിലാക്കേണ്ടത്. CJP വക്താവ് അശുതോഷ് രംഗ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വെല്ലുവിളിച്ചതിന് പിന്നാലെ പാറ്റകൾക്കെതിരെ ഉത്തർപ്രദേശ് സർക്കാരും നടപടി തുടങ്ങിയിട്ടുണ്ട്. രാജ്യവ്യാപകമായി അക്രമികൾക്കെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് ഏജൻസികൾ. വാർത്തയിലേക്ക്. ഡൽഹിയിലെ അക്രമത്തിലെടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യം CJP മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് പല സംസ്ഥാനങ്ങളിലും അക്രമികൾക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. പശ്ചിമബംഗാളിൽ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ആളെ ചെരിപ്പിടിയിക്കാതെ പോലീസ് നടത്തിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. പാറ്റ സമരത്തിന്റെ മറവിൽ പ്രധാനമന്ത്രിയെ അപമാനിച്ചതിൽ കേസെടുക്കാൻ തുടങ്ങിയതോടെ ചിലർ മാപ്പ് പറച്ചിലുമായി രംഗത്ത് വന്നു. ബംഗാളി നടി ശ്രീലേഖ മിത്ര പോലീസ് കേസെടുത്തതിന് പിന്നാലെ മാപ്പ് അപേക്ഷിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. জানার চেষ্টা করছে বা বিভিন্ন মিডিয়া থেকেও আমার কাছে ফোন করছে। আমার মনে হয় আমার তরফ থেকে হয়তো একটা জানানো উচিত। আমার একটা বিশেষ আমি একটা পোস্টার ধরে দাঁড়িয়ে রয়েছি, সেইটা ভাইরাল করা হয়েছে এবং সেখানে ছবিটা দেখলেই বুঝতে পারবেন কি কেন কি বৃত্তান্ত। പിന്നാലെ മറ്റു ചിലരും മാപ്പ് പറച്ചിലുമായി രംഗത്ത് വന്നു. ജന്തർ മന്തർ സമരത്തിലെ ആവേശം കെട്ടടങ്ങിയപ്പോൾ ബോധമുദിച്ചെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ മാപ്പ് പറച്ചിലുകൾ. मैं ना ट्रॉमा में जा रही हूँ, मैं 3 दिन से ये सब टॉलरेट कर रही हूँ, ये सब झेल रही हूँ। लोग फिर भी मेरे को गालियाँ दे रहे हैं डीम में आके, तो ज्यादा दिन लगता नहीं कि तू जिएगी, ये सब बोल रहे हैं मुझे। മാപ്പ് പറച്ചിലുകാർ നിരവധിയാണ്. हम लोग अपने देश की जनता से हाथ जोड़कर माफी मांग रहे हैं और भाई हम आप लोगों को माफ कर दे भाई। और हम माफी क्यों मांग रहे हैं भाई? जो नीट के एग्जाम को लेकर दिल्ली जंतर मंतर पर जो आंदोलन चल रहा है, അതിനിടെ പലയിടത്തും അക്രമികൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കുകയാണ്. ഹോസ്റ്റലുകളിലടക്കം പോലീസ് പരിശോധന നടത്തുകയാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വെല്ലുവിളിച്ച് CJP വക്താവ് അശുതോഷ് രംഗ രംഗത്ത് വന്നിരുന്നു. എന്നാൽ അക്രമം അനുവദിക്കില്ലെന്ന കർശന നിലപാട് സ്വീകരിക്കുന്ന ഉത്തർപ്രദേശ് പോലീസ് അക്രമികളെ കണ്ടെത്താനായി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി.